തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായിട്ടുള്ള പടക്കശാല അപകടത്തിൽ മരണസംഖ്യ 14 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. സംശയമുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്നത് 34 പേർ ആണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 പേർ വെന്റിലേറ്ററിലുണ്ട്, മറ്റ് 5 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. ഈ അപകട സ്ഥലത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തിയിട്ടുണ്ട്. അവിടെ കഡാവർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ആ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപകട സ്ഥലത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താൻ ഉള്ള നടപടികളും ഒക്കെ എടുത്തിട്ടുണ്ട്. കഡാവർ നായയും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഫോടനത്തിന്റെ ആഘാതം എത്രമാത്രമായിരുന്നു എന്നതാണ്. സമീപത്തെ വീടുകളുടെ ജനൽ ചില്ലകളൊക്കെ ചിതറിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്രമാത്രം ആഘാതം ഇത് ഉണ്ടാക്കി എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയൊക്കെയുള്ള വീടുകളുടെ അവസ്ഥയാണ് ഇത്. ഈ രീതിയിൽ വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ അപകടത്തിൽപ്പെട്ടവർക്കൊപ്പം ഉണ്ടായിരുന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ, ഒപ്പം സമീപവാസികൾ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ എല്ലാം ഈ ആഘാതത്തിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. നോക്കൂ, പല വീടുകൾക്കും ഇതുപോലെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ ജനൽ ചില്ലുകൾ വീണ് വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവങ്ങളുണ്ട്. അപ്പോഴും അതിലും വലിയ ഒരു ദുരന്തം ഉണ്ടായി എന്നതിൻ്റെ ഞെട്ടലാണ് അവർക്കുള്ളത്. 14 ജീവനുകൾ അതിൽ നഷ്ടമായിരിക്കുന്നു. ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. പ്രധാനമായും ഈ വിഷയം തന്നെയാണ്, മുണ്ടത്തിക്കോടുണ്ടായിട്ടുള്ള സ്ഫോടനത്തെക്കുറിച്ച് തന്നെയാണ് ഈ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയുണ്ടായത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന കാര്യത്തിലായിരുന്നു പ്രധാനമായും മന്ത്രിസഭായോഗത്തിൽ ചർച്ചകൾ നടന്നത്. എങ്ങനെ അവരെ സഹായിക്കണമെന്ന സാഹചര്യം ആണ് കൂടുതലായും ചർച്ച ചെയ്തത് എന്നത് മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പിന്നീട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ സംഘത്തെ ഇന്നലെ തന്നെ തൃശൂരിൽ എത്തിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും അതിന് പുറത്ത് കഴിയുന്നവർക്കും എല്ലാം ഏറ്റവും നല്ല പരിചരണം ഉറപ്പു നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് മന്ത്രിമാർ ഉൾപ്പെടെ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ചികിത്സയ്ക്കും മറ്റും ഉള്ള കാര്യമാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് എന്നതാണ് അവർ സൂചിപ്പിച്ചത്. തുടർന്നും അതിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും എന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. കഴിയുന്നവരെയും അതിന് വെളിയിൽ കഴിയുന്നവരെയും ഏറ്റവും നല്ല ഉയർന്ന പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തുടർന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന സുപ്രധാനമായ തീരുമാനമാണ് പൊതുവിലെടുത്തിട്ടുള്ളത്. അതിൽ ഒരുപക്ഷേ ഇപ്പോൾ ICUയിൽ കഴിയുന്ന ആളുകളിൽ പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നവരുണ്ട് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനനുസരിച്ചുള്ള ടീം, പ്ലാസ്റ്റിക് സർജന്മാർ, മറ്റ് വിദഗ്ധ ടീമുകൾ എല്ലാം തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നൊരു കാര്യം പരിക്കേറ്റവരെ സംരക്ഷിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. യുദ്ധകാലാടിസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ായിട്ടാണ് ഈ യോഗം ചേർന്നത്. അപ്പോൾ അതിൽ മതിയായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള നടപടികളുണ്ടായി. ICUവിൽ കഴിയുന്ന ആളുകളിൽ പലരെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതിനനുസരിച്ചുള്ള പ്ലാസ്റ്റിക് സർജന്മാർ, മറ്റ് ഡോക്ടർമാർ തുടങ്ങിയവരുടെ ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ പരിഗണിക്കുന്നത്. 14 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ എത്തിയത്. ഒരാൾ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ടായി. ബാക്കിയുള്ള 13 പേരും
മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2-3 പേർക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണുള്ളത്. അവർ ഒഴികെയുള്ള 10 പേരെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചിലരെ ICUവിൽ നിന്ന് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനാണ് സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്നത് എന്നതാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത്. തൊഴിൽശാലകളിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന രേഖകൾ കത്തിപ്പോയതിനാൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാർ മാത്രമല്ല, ഇതിന്റെ ഈ നിർമ്മാണ പ്രവർത്തികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാനെത്തിയ ഈ പൂരത്തിനൊക്കെ നേതൃത്വം നൽകുന്നവർ ചിലരൊക്കെ എത്തിയിരുന്നു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ രാവിലെ മുതൽ തന്നെ അവിടെ വന്നുപോയിരുന്നു. അപ്പോൾ തൊഴിലാളികൾ അല്ലാത്തവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര പേർ ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കാനാകാത്ത സാഹചര്യമുണ്ട്. അപകടത്തിൽ മരിച്ചവരിൽ ഇതുവരെ 9 പേരുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 7 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പഴയന്നൂർ സ്വദേശി സുദർശൻ, കച്ചൂർ സ്വദേശി വാസുദേവൻ, തൃശൂർ സ്വദേശി സുവിൻ, എടപ്പാൾ സ്വദേശി മണികണ്ഠൻ, മലപ്പുറം കുളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യൻ, ചിറക്കൽ സ്വദേശി ബിജീഷ്, കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 6 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങൾക്ക് പുറമെ മോർച്ചറിയിൽ 26 ശരീരഭാഗങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ തിരിച്ചറിയാനുള്ളവർ ആണ് DNA പരിശോധന ഉൾപ്പെടെ നടത്തിയായിരിക്കും അക്കാര്യങ്ങളിൽ അവരുടെ ബന്ധുക്കളെ കണ്ടെത്തുക. കാരണം ബന്ധുക്കൾക്ക് പോലും പല മൃതശരീരങ്ങളും തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യം ആണ് അവിടെ ഉള്ളത്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ നവമി ദിനേശ് അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ഏറ്റവും ഒടുവിൽ 14 മരണം സ്ഥിരീകരിച്ചു എന്നതായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഈ പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സയാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്ന കാര്യമെന്ന് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിമാർ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഉള്ളത്? ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ അവരുടെ ചികിത്സയിൽ ആശ്വാസകരമാണോ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഔദ്യോഗികമായി സർക്കാരിന്റെ കണക്ക് പ്രകാരം 10 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു വെന്റിലേറ്ററിലുണ്ടായിരുന്ന പ്രവീണിന്റെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. പ്രവീണിന്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലാണ്. മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം, തുടർന്ന് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അതാണ് പ്രവീണിന്റെ കാര്യം. നേരത്തെ മരിച്ച 9 പേര്, അതായത് ആദ്യഘട്ടത്തിൽ 9 പേരായിരുന്നു മരിച്ചിരുന്നത്. അതിൽ 8 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി ഒരാളുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിലുണ്ട്. അതാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ വന്നത്, അതായത് ബന്ധുക്കളെ തേടി എത്തിയവരുടെ കയ്യിൽ നിന്നും ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് കരുതുന്ന ആളുകളുടെ ബന്ധുക്കളിൽ നിന്നും ഈ അവരുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതും ഇവിടെ ഇരിക്കുന്ന മൃതദേഹവുമായി അതിൻ്റെ DNAയും എക്സ്ട്രാക്ട് ചെയ്ത് അത് ഒത്തുനോക്കിയ ശേഷം അത് അവരുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് 8 മൃതദേഹങ്ങൾ, 3 മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. ബാക്കിയുള്ളത് ഇന്ന് രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് കൈമാറുകയും അതിൽ മണികണ്ഠൻ എന്ന വ്യക്തിയുടെ സംസ്കാരം നടക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി നടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ കണക്കുകൾ നോക്കിയാൽ 11 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലായിരുന്ന ഒരാൾ പ്രവീണാണ് മരിച്ചിരിക്കുന്നത്. ഇനി ഒരാളാണ് ഇപ്പോൾ വെന്റിലേറ്ററിലുള്ളത്. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതിൽ വെന്റിലേറ്ററിലുള്ള ഒരാളെന്ന് പറയുന്നത് ഈ ലൈസൻസി ആയിട്ടുള്ള സതീശനാണ്. സതീശൻ്റെ നില അല്പം ഗുരുതരമായിട്ട് തുടരുകയാണ്. അതായത് 90% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മരിച്ച പ്രവീണിനും അത്തരത്തിൽ തന്നെയായിരുന്നു. 90% പൊള്ളലേറ്റിരുന്നു. അങ്ങനെയാണ് പ്രവീണും മരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ മുതൽ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്നലെയോടുകൂടി തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ്
കോളേജിൽ നടത്തിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ എല്ലാ നിരീക്ഷണവുമുണ്ട്. ആരോഗ്യമന്ത്രി ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ എക്യുപ്മെൻറ്റ്സും കൃത്യമായി തന്നെ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ മന്ത്രി വി വാസവൻ, കെ രാജൻ, മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവരെല്ലാം അവിടെ എത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണ് ഇവരുടെ ചികിത്സ നടത്തുന്നത്. ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും. എന്തായാലും അതിനിടയിലാണ് രേണുക 4 പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം കൂടി വരുന്നത്. അതായത് ഈ 4 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ വന്നിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നും അവരുടെ ഉറ്റവരില്ല എന്ന് മനസ്സിലായി. പക്ഷേ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലും രക്ഷപ്പെട്ടവരിലും ഒന്നും ഇവരില്ല എന്ന് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് 29 ബോഡി പാർട്സ് ഇവിടെയുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളെ കാണാതെ പോയ അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ വന്നവരുടെ DNA ഫലവും DNA സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞത് പ്രകാരം 10 ദിവസമാണ് സാധാരണ DNA പരിശോധന റിസൾട്ട് വരാൻ. പക്ഷേ ഇത് അസാധാരണ സാഹചര്യമായതുകൊണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ DNA സാമ്പിൾ ലഭ്യമാക്കുമെന്നും അറിയുന്നുണ്ട്. കാരണം പല മൃതശരീരങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ്. അധിക ദിവസം വെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അധികം ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ ഭരണകൂടവും തയ്യാറല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് DNA പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി കാണാതായവരുടെ പേര് വിവരങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് തെക്കുംകര സ്വദേശിയാണ്, 50 വയസ്സ്. അഭിജിത്ത് അരങ്ങത്തുവീട് തൃശ്ശൂർ സ്വദേശിയാണ്, കോട്ടപ്പുറം, 28 വയസ്സ്. വിഷ്ണു 35 വയസ്സ്, തൃശ്ശൂർ സ്വദേശിയാണ്. ഗിരീഷ് 42 വയസ്സ്, കോട്ടപ്പുറം, തൃശ്ശൂർ ജില്ലക്കാരൻ തന്നെയാണ്. അങ്ങനെ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ രാവിലെ വളരെ വിഷമത്തോടു കാണാതായവർ തൊഴിലാളികളായിരുന്നോ? ഇവിടുത്തെ തൊഴിലാളികളാണ് എന്നതാണോ മനസ്സിലാകുന്നത്? അതോ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നവരാണോ? ഈ തൊഴിലാളികളല്ലാത്ത ചിലരുടെ സാന്നിധ്യം കൂടി ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ മാധ്യമപ്രവർത്തകരൊക്കെ വന്നിരുന്നു. അതിനുശേഷവും ഈ നിർമ്മാണ പുരോഗതിയൊക്കെ നോക്കാൻ വേണ്ടി പൂരം നടത്തിപ്പുകാരായ ചില ആളുകൾ എത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ആളുകളുടെ എണ്ണം, ആ സ്ഥലത്തുണ്ടാകാമായിരുന്നു എന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ജോലി ചെയ്തിരുന്നവർ തന്നെയായിരുന്നു ഭൂരിഭാഗവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 പേരുകൾ, അവർ 4 പേരും ഇവിടെ ആ ജോലിക്ക്, ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ടി എത്തിയവരാണ് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അതിൽ ചിലർ പറയുന്നത് ഈ നിർബന്ധിച്ചു കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. കാരണം മറ്റ് ജോലികളിലൊക്കെ പോകുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പൂരത്തോടനുബന്ധിച്ച് ഈ ഒരു പടക്കം നിർമ്മിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് അവർക്ക് വരാൻ ഇഷ്ടമില്ല ിട്ട് പോലും വന്നവരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കേറെ വിഷമം തോന്നുന്നത്. ഇതിനു വേണ്ടി മാത്രം വന്ന ആളുകളുണ്ട്. അവരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ബന്ധുക്കളൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഈ മരണപ്പെട്ട ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു കഥയുണ്ട്. ബന്ധുക്കൾ അത് പറയുമ്പോൾ തന്നെ ഏറെ വിഷമത്തോടു കൂടിയാണ് നമ്മളതിനെ കേട്ടു നിൽക്കുന്നത്. നമുക്ക് തിരിച്ചവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? ഇപ്പോഴും ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് മറ്റെവിടെയെങ്കിലും ആയിപ്പോയതായോ, അത്തരത്തിലുള്ള ആശങ്ക പോലും നമ്മളോട് പങ്കുവെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പ്രതീക്ഷിക്കുക, അവർ തിരിച്ചു വരും, തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ തിരിച്ചു വരും എന്നൊരു ആശ്വാസവാക്ക് മാത്രമേ നമുക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടെന്നുള്ളൊരു നിഗമനം തന്നെയാണ് പൊതുവെ ഉള്ളത്. പക്ഷേ അതിൽ ഇപ്പോഴും സ്ഥിരീകരിക്കാത്തത് അവിടെ മൊത്തത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് കൃത്യമായിട്ടൊരു കണക്ക് ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 40-ലധികം പേരുണ്ടെന്ന് കളക്ടർ പറഞ്ഞതനുസരിച്ച് ഈ 40-ലധികം പേരുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത കണക്കാണ്. ഇനി മൃതദേഹങ്ങളെല്ലാം കിട്ടിയതിന് ശേഷവും ഈ രക്ഷപ്പെട്ടവർ അതെല്ലാം കൂടി ചേർത്ത് വെച്ച ശേഷം ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് ഉടനെ തന്നെ അറിയിക്കും എന്നുകൂടി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലാകാത്ത, അതായത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു മൃതശരീരവും ഇവിടെയുണ്ട്. അപ്പോൾ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ DNA, ആ മൃതശരീരത്തിൻ്റെ DNAയുമായി പരിശോധിച്ച് ഒത്തുനോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ.
29 ബോഡി പാർട്സും ഉണ്ട്. അത് ചിലപ്പോൾ ഈ കൊണ്ടുപോയ അല്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള മൃതശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ബോഡിയുടെ പല പാർട്സുകളാണോ, അങ്ങനെ പല സംശയങ്ങളുണ്ട്. രേണുക, എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഏറെ വേദനയോടുകൂടി തന്നെയാണ് പറയേണ്ടത്. മനുഷ്യൻ്റെ ശരീരം പല പാർട്സുകളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അതും ചാക്കിലൊക്കെ കെട്ടിക്കൊണ്ട് വരികയാണ്. ബന്ധുക്കൾക്ക് കൈമാറുമ്പോൾ ആ ചാക്കോടുകൂടി അല്ലെങ്കിൽ ഒരു കയ്യോ കാലോ മാത്രം നൽകുക എന്ന് പറയുന്നത് അത് കണ്ടു നിൽക്കുന്നവർക്കും സഹിക്കാൻ കഴിയില്ല, ഏറ്റുവാങ്ങുന്ന ബന്ധുക്കൾക്കും ഏറെ വിഷമം തന്നെയാണ്. രേണുക, എന്തായാലും ആശുപത്രിയിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും അവരുടെ പുരോഗതി അറിയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഏറെ വേദനയോടുകൂടി പ്രവീണിന്റെ മരണവും സ്ഥിരീകരിച്ചത്. ശരി, നവമി ദിനേശാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അവിടെ നൽകിയത്. ഇപ്പോഴും ഉറ്റ ബന്ധുക്കളെ കാണാതെ ആയവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവരൊക്കെയുണ്ട്. ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ് എന്നത് നവമി സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഡോക്ടർമാരുടെ മറ്റും ഭാഗത്തു നിന്നുമുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.